ഹായ് ഓൾ, എല്ലാവർക്കും കേരള PSC ഇലക്ട്രിക്കൽ സ്റ്റഡിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്യുവർ മെറ്റൽസ് ജനറലി ഹാവ് എ ഹൈ കണ്ടക്ടിവിറ്റി, low temperature coefficient. B. High conductivity and large temperature coefficient. C. Low conductivity and zero temperature coefficient. D. Low conductivity and high temperature coefficient. അപ്പോൾ എന്തിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്? പ്യുവർ മെറ്റൽസിൻ്റെ കാര്യമാണ് അല്ലേ. പ്യുവർ മെറ്റൽസിനകത്ത് എങ്ങനെയാണ് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മെറ്റൽസിനകത്ത് ആറ്റംസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലേ, ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ നമ്മളൊരു പ്യുവർ മെറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്യുവർ മെറ്റൽസിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും ഹൈ ആണ്. പ്യുവർ മെറ്റൽസിൻ്റെ കേസാണെങ്കിൽ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. അതേപോലെ തന്നെ ഹൈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഹൈലി പോസിറ്റീവ് ആയിരിക്കും. എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും അല്ലേ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതിനാണ് ഹൈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെറ്റൽസ് ആർ ഹൈലി ഡക്റ്റൈൽ ആൻഡ് മാലിബിൾ ആണ്. പ്യുവർ മെറ്റൽസ് ആർ ഹൈലി ഡക്റ്റൈൽ ആൻഡ് മാലിബിൾ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റലിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വയേഴ്സ് ആക്കാനായിട്ട് പറ്റും. മാലിബിൾ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് തിൻ ഷീറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്യുവർ മെറ്റൽ ആകുമ്പം? പ്യുവർ മെറ്റൽ ഹാവ് ഹൈ കണ്ടക്ടിവിറ്റി ആൻഡ് ലാർജ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഹൈ കണ്ടക്ടിവിറ്റി ആൻഡ് ലാർജ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ: specific resistance of a conductor depends upon. Specific resistance or resistivity. Resistivity or specific resistance of a conductor depends upon options: A. Dimensions of the conductor. B. Composition of the conductor material. C. Resistance of the conductor. D. Both A and B. Specific resistance എന്ന് പറഞ്ഞാൽ എന്താ? Specific resistance rho equal RA/L. റോ ഈക്വൽ RA/L. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ, എൽ ലെങ്ത്. അപ്പോൾ എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഒരു മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ എന്തുമാത്രം സ്ട്രോങ് ആയി കറണ്ട് ഫ്ലോയെ എതിർക്കുന്നു എന്നതിൻ്റെ അളവാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഹൗ സ്ട്രോങ്ലി എ മെറ്റീരിയൽ ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ഒരു മെറ്റീരിയൽ എത്ര സ്ട്രോങ് ആയിട്ട് മെറ്റീരിയലിലേക്കുള്ള കറണ്ട് ഫ്ലോയെ എതിർക്കുന്നു എന്നതിൻ്റെ അളവാണ് എന്ത്? സ്പെസിഫിക് റെസിസ്റ്റൻസ്. അതിൻ്റെ യൂണിറ്റാണ് ഓം മീറ്റർ. യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓരോ മെറ്റീരിയലിനെയും നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു മെറ്റീരിയലിനെയും നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഹൈ ആണെന്ന് പറയുവാണെങ്കിൽ എന്താ? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി റോയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് അല്ലേ. അപ്പം റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറണ്ട് കുറച്ച് അതിനകത്തൂടി ഫ്ലോ ചെയ്തുള്ളൂ, കറണ്ട് ഫ്ലോ കുറവായിരിക്കും. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? റോ വാല്യൂ വെരി ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ റോ വാല്യൂ കുറവായിരിക്കും. അപ്പം ഇപ്പോൾ റബ്ബർ, ഗ്ലാസ് എന്നൊക്കെ പറയുന്ന ഇൻസുലേറ്റർ മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ ഹൈ ആയിരിക്കും. കോപ്പർ, സിൽവർ അതിൻ്റെയൊക്കെ റെസിസ്റ്റിവിറ്റി വാല്യൂ ലോ ആയിരിക്കും. ഇതൊക്കെ കണ്ടക്ടേഴ്സാണ്. അപ്പം നമുക്കറിയാം ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് അതെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും? കോമ്പോസിഷൻ ഓഫ് ദി കണ്ടക്ടർ മെറ്റീരിയൽ. ഒരു കണ്ടക്ടറിൻ്റെ കോമ്പോസിഷൻ, അത് എന്ത് വെച്ചിട്ടാണ് അതിൽ ചേർന്നിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്നതിനെ ഡിപ്പെൻഡ് ആയിരിക്കും ചെയ്യുന്നതില്ല. ഡയമെൻഷനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, കോമ്പോസിഷൻ ഓഫ് ദി
conductor material. അടുത്തത് the temperature coefficient of resistance of an insulator. The temperature coefficient of resistance of an insulator is positive and independent of the temperature, negative and independent of the temperature, C. Negative and dependent of the temperature, option D. Positive and dependent of temperature. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് എ റെസിസ്റ്റൻസ്. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് എ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? How much a material's electrical resistance changes per degree of temperature change. Per degree temperature ചേഞ്ചിൽ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത്. നമുക്കറിയാം പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉണ്ട്, സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉണ്ട്. എന്നാൽ ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതിനാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ കുറയുന്നതാണ് നെഗറ്റീവ്. സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആസ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നോ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിന് ഒരു വ്യത്യാസവുമില്ലാത്ത ടൈപ്പ് മെറ്റൽസിനാണ് എന്നാൽ സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്യുവർ മെറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് കോപ്പർ, അലൂമിനിയം, ടങ്സ്റ്റൻ്റെ ഒക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ്, കാർബൺ, തെർമിസ്റ്റേഴ്സ്, ഇൻസുലേറ്റേഴ്സ് അതൊക്കെ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻസുലേറ്റേഴ്സിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് കുറയും. ഒരുപാട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇൻസുലേറ്റർ ഇസ് നെഗറ്റീവ് ആൻഡ് ഡിപ്പെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. നെഗറ്റീവ് ആൻഡ് ഡിപ്പെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് എന്താണ്? ഓംസ് ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഓംസ് ലോ. ഓംസ് ലോ എന്താണ്? ഓംസ് ലോ cannot be applied to the circuit consisting of Ohm's law cannot be applied to the circuit consisting of A. Electronic tubes or transistors, B. Non-linear elements, C. Powdered iron, electric arc, etc. Option D. All of the above. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഓംസ് ലോ നോക്കിയതാണല്ലേ. അപ്പോൾ ഓംസ് ലോ cannot be applied to നമ്മൾ എന്തിനൊക്കെയാണ്? യൂണിലാറ്ററൽ സർക്യൂട്ട്സ് ആൻഡ് നോൺ ലീനിയർ എലമെൻറ്റ്സ്. അപ്പം യൂണിലാറ്ററൽ സർക്യൂട്ട്സിന് നോൺ ലീനിയർ എലമെൻറ്റ്സിനും ഒന്നും നമ്മുടെ ഓംസ് ലോ ആപ്ലിക്കബിൾ അല്ല. ഈക്വൽ ടു ഐ ആർ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ. An electric current is first option a random movement of electrons in a conductor. Option B, movement of free electrons prominently in one direction. Option C, pressure difference between two poles. Option D, the power that causes drift of electrons. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ? Electric current is the movement of free electrons prominently in one direction അല്ലേ. ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇനി ഇതാ ഒരു വൺ ഡയറക്ഷനിലുള്ള ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി, മൂവ്മെൻറ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് prominently in one direction. Next question. In gases, the flow of current is due to first option electrons only, option B positive and negative ions, C electrons and positive ions, D electrons, positive ions and negative ions. ഒരു ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗീഷ്യസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറണ്ട് ഫ്ലോ ഒന്നും ഇല്ല അതിലല്ലേ.
പക്ഷേ ഒരു ഒരു ഗേഷ്യസ് സബ്സ്റ്റൻസ്, ഒരു ഗേഷ്യസ് മെറ്റീരിയലിനകത്ത് അയണൈസേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇലക്ട്രോൺസ്, പോസിറ്റീവ് അയോൺസ്, നെഗറ്റീവ് അയോൺസ് എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇവയുടെ മൂവ്മെൻറ്റ് കാരണമായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പം in neutral condition without ionization there is no flow of current. But when ionization occurs, there will be formation of positive ions, negative ions and electrons, and due to these positive ions, negative ions and electron, current will flow. So here the correct answer is option D. Next question. The minimum requirements for causing flow of current are. മിനിമം റിക്വയർമെൻറ്റ്സ് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? മിനിമം റിക്വയർമെൻറ്റ്. ഒരു കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള വേണമെങ്കിലുള്ള മിനിമം റിക്വയർമെൻറ്റ് എന്താണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റർ ആൻഡ് എ സ്വിച്ച്. ഓപ്ഷൻ ബി വോൾട്ടേജ് സോഴ്സ് ആൻഡ് എ കണ്ടക്ടർ. ഓപ്ഷൻ സി എ പവർ സോഴ്സ് ആൻഡ് എ ബൾബ്. ഓപ്ഷൻ ഡി എ വോൾട്ടേജ് സോഴ്സ്, കണ്ടക്ടർ, an ammeter and a switch. So ഒരു കറണ്ട് ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം അല്ലേ? അതേപോലെ തന്നെ അത് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു പാത്ത് ആണ് വേണ്ടുന്നത്. അപ്പോൾ ഒരു മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വോൾട്ടേജ് സോഴ്സും ഒരു കണ്ടക്ടറും. അതായത് അപ്പോൾ ഇവിടുത്തെ എന്തായിരിക്കും? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പം വോൾട്ടേജ് സോഴ്സ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും, കണ്ടക്ടർ ആകുമ്പോൾ ഒരു കണ്ടക്റ്റിംഗ് പാത്ത് ഫോർ ചാർജ് ടു മൂവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ഓഫ് എ കോപ്പർ വയർ always increases if temperature is reduced, temperature is increased. Option C, number of free electrons become less. Option D, number of free electrons become more. When the resistance of the copper wire always increases if temperature is increased. Positive temperature coefficient of resistance and resistance of the copper wire always increases if temperature is increased. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.